അത് ഗെയിമിംഗ് സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അതിന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനൊരു ഇന്റർവ്യൂവിലാണത് പറഞ്ഞത്. അപ്സല സോറി മക്കളെ, സ്റ്റേജിൽ വെച്ചു രണ്ടുപേരും കൂടെ നിന്ന് മാപ്പ് പറയുന്നത് കണ്ടായിരുന്നു. അല്ല എന്താ അറിയോ, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിനും മുന്നേ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ് സിബിൻ ചേട്ടൻ. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ട് അതിനകത്ത് പോയ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന സമയം മുതൽ നിങ്ങൾക്കറിയാം എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിൻ ചേട്ടൻ. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് ഇങ്ങനെ അടുത്ത് ഭയങ്കര ലൈക്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊരു റെസ്പെക്ട് തോന്നുന്നു. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര 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 റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായത്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം കാണുന്ന ന്യൂസ്, ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഞാൻ പുറത്തിറങ്ങിയത് എന്നെ വണ്ടടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഏറ്റവും എനിക്ക് വിഷമിപ്പിച്ച ന്യൂസുകളിലൊന്ന് സിബിൻ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. റിപ്പീറ്റ് ചെയ്ത് അത് ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞില്ല, ഗെയിം നടക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു അസസ്മെന്റിലേക്ക് പറഞ്ഞത് നീ ക്ഷമിക്കും. ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഗെയിമിന് മുന്നേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ഫ്രണ്ട്ഷിപ്പ് ഇന്നുണ്ടാവും. സോറി കേട്ടാ, വിഷമമായി സോറി കേട്ടോ. ഇനി ജിദ്ദ ചേട്ടൻ്റെ തള്ളുമായിരുന്നു തള്ളി.